5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ്. അതായത് ആ പാഠത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുടെ ആമുഖമായി തന്നിരിക്കുന്ന പാഠമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി നമുക്ക് ഇന്നൊന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിവിടെ ഒരു മഴ ചിത്രത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. നല്ല മനോഹരമായ ഒരു ചിത്രം, ഒരു പക്ഷിയെ നോക്കിക്കൊണ്ട് മരങ്ങളുടെ ശിഖരങ്ങളിടയിലൂടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടി അല്ലേ. മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്ത് വിറച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ആ കുട്ടി കണ്ടത്. ഒരു പക്ഷെ അത് കുട്ടി നമ്മളാവാം, അല്ലെങ്കിൽ ലേഖകനാകാം, കവിയാകാം, ആരുമാകാം. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെപ്പോലെ മഴക്കാഴ്ച പക്ഷിക്കു ഒരു രസം തന്നെ. ആ ഇരിപ്പ് എന്തെന്ന് വെച്ചാൽ പക്ഷിയും പെയ്യുന്ന മഴയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. ഇത് പറയുന്ന ആ നിൽക്കുന്ന കുട്ടിയും മഴയുടെ ഭംഗി ആസ്വദിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ മഴയുടെ സൗന്ദര്യം കാണുന്ന ആ പക്ഷിയുടെ മനസ്സിലും ഒരു ഭാവം ഉണ്ടാവാം, ആ കുട്ടിയുടെ കണ്ണിലും ഒരു ഭാവം ഉണ്ടാവാം, അവൻ്റെ മനസ്സിലും ഒരു ഭാവം ഉണ്ടാവാം അല്ലേ. അപ്പോൾ എന്തൊക്കെ നല്ല ഭംഗിയേറിയ മഴ കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നിങ്ങൾക്കും അറിയാമല്ലോ ഇതിൽ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത്. അത് ഒന്ന് എഴുതി നോക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം, 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ പ്രവർത്തനം. എന്തൊക്കെയായിരിക്കും മഴക്കാഴ്ചകൾ? എന്തൊക്കെയാണ്? ചെറിയ നൂല് പോലെ താഴേക്ക് പെയ്യുന്ന മഴത്തുള്ളികൾ, മുറ്റത്തുകൂടി ചാല് കീറി ഒഴുകുന്ന ചെറിയ അരുവി പോലെ ഒഴുകുന്ന മഴവെള്ളം, പിന്നെ ഈ മഴവെള്ളത്തിൽ തന്നെ ഓരോ തുള്ളികൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചുഴികളും മലരികളും, പിന്നെന്താ ചെയ്യുന്നത്? ഈ ചെറിയ ചെറിയ ചാല് കീറിയാണല്ലോ മുറ്റത്തൂടെ ആയാലും പറമ്പിലൂടെ ആയാലും. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചയാണ്. പണ്ടൊന്നും അങ്ങനെയല്ല. ധാരാളം സ്ഥലങ്ങൾ നമുക്ക് വീടിന് ചുറ്റും ഉണ്ടായിരിക്കും. ഇന്ന് നമ്മൾ വെറും 5 സെൻറ്റിൽ 10 സെൻറ്റിലൊക്കെ ഒരു വീടും മതിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള കാഴ്ചകളൊന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല. പണ്ട് ഈ തൊടിയിലെ ചെറിയ ചെറിയ ചാല് കീറി ഒഴുകുന്ന ഈ വെള്ളത്തിലും, അല്ലാതെ മുറ്റത്തുകൂടി ഒഴുകുന്ന ഓവിലൂടെയൊക്കെ ഒരുപാട് വെള്ളം മുറ്റത്തെത്തിയിട്ട് ആ ഒഴുകുന്ന വെള്ളത്തിൽ പേപ്പർ വള്ളങ്ങൾ, കളിവഞ്ചികൾ അല്ലേ, കടലാസ് വഞ്ചികൾ ഉണ്ടാക്കി ഒഴുക്കി അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഇതെല്ലാം മഴയുടെ കാഴ്ചകളാണ്, മഴയുടെ ഭംഗികളാണ്. അത് കഴിഞ്ഞ് മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ ചെടികളിലൊക്കെ ഇങ്ങനെ പറ്റി മുത്തുപോലെ തിളങ്ങുന്ന മഴത്തുള്ളികൾ. ഒരു പക്ഷേ സൂര്യൻ ഉദിച്ചാൽ സൂര്യൻ്റെ പ്രകാശം ഇവയിലേറ്റ് അവ നല്ല പളുങ്ക് പോലെ, നല്ല വജ്രം പോലെ, നല്ല തിളങ്ങുന്ന ഉണ്ടാവാം. അങ്ങനെ ഇതൊക്കെ മഴയുടെ സൗന്ദര്യങ്ങളാണ്, മഴയുടെ കാഴ്ചകളാണ്. അപ്പം മഴക്കാഴ്ചകൾ എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ, നമുക്ക് എഴുതാൻ പറ്റുന്നതാണോ അല്ലേ. അതുപോലെ മഴവെള്ളം ഈ പെയ്യുന്ന മഴവെള്ളം അപ്പം തന്നെ മണ്ണിനടിയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന വെള്ളമാണ് നമ്മുടെ കിണറുകളിലും ജലാശയങ്ങളിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന, നാം കിണറുകളിൽ മറ്റും ഉപയോഗിക്കുന്ന നമ്മുടെ കുടിവെള്ളം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് അപ്പോഴെന്തെല്ലാം സ്വപ്നം കണ്ടിരിക്കാം അല്ല. ഇങ്ങനെ നല്ല ഭംഗിയുള്ള മഴ കാലാകാലങ്ങളിൽ പെയ്യണം. ഇപ്പോഴങ്ങനെയല്ല മഴ പെയ്യുന്നത്. പണ്ട് സ്കൂൾ തുറക്കുമ്പോൾ ഉറപ്പായിട്ടും ജൂൺ 1 എന്നുള്ളത് പെരുമഴ ആരംഭിക്കുകയാണ്. അന്ന് പുതിയ പുസ്തകങ്ങളും പുതിയ ബാഗും പുതിയ യൂണിഫോമും ഒക്കെ ആയിട്ട് നനഞ്ഞൊലിച്ചാണ് എല്ലാവരും വരുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ആ കാലാവസ്ഥയിൽ തന്നെ മാറ്റം വന്നു. ആ കാലാവസ്ഥ മാറുമ്പം കൃഷി സമ്പ്രദായം മാറുന്നു. അങ്ങനെ ഓരോന്നും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കാലം തെറ്റി പെയ്യുന്ന, ഇപ്പം തന്നെ എന്തോ ഒരു മഴയാണ് ഇപ്പോൾ കാലം തെറ്റി പെയ്യുന്ന മഴയാണ്. അപ്പം മണ്ണിൻ്റെ ആഗ്രഹം എന്താണ്? എങ്ങനെ മഴ പെയ്യണം, ആ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യങ്ങൾ, മുറ്റത്തെല്ലാം ഒഴുകുന്ന വെള്ളത്തിൽ കളിവഞ്ചി ഒഴുക്കി കളിക്കുന്ന കുട്ടികൾ, ഇതൊക്കെ ഒരുപക്ഷെ മണ്ണിൻ്റെ ആഗ്രഹങ്ങളാകാം. അങ്ങനെ മറ്റു കുറേ ആഗ്രഹങ്ങൾ ഈ മണ്ണിനുണ്ട്. മഴ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ ഈ മണ്ണിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ആ മണ്ണിൻ്റെ കിനാവുകളാണ് നമ്മൾ പി. മധുസൂദനൻ എഴുതിയ ഈ കവിതയിലൂടെ മനസ്സിലാക്കുന്നത്.
കൂട്ടുകാരെ, കവിത പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഒന്നാമത് കവിതയുടെ വരികളെ നമ്മൾ ആസ്വദിക്കണം. അത് ആസ്വദിക്കണമെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവണം, സാഹചര്യം മനസ്സിലാവണം. അതുപോലെ തന്നെ അതിൻ്റെ ആശയം അറിഞ്ഞെങ്കിൽ നമുക്ക് ആസ്വാദനക്കുറിപ്പൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഈ ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ 4ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 5ാം ക്ലാസ്സിൽ എന്തായാലും ആസ്വാദനക്കുറിപ്പ് നമുക്ക് എഴുതേണ്ടതുണ്ട്. അതായത് കവിതയുടെ അർത്ഥം, നമ്മൾ അതിനെ എങ്ങനെ ആസ്വദിച്ചു എന്ന്. അതുപോലെ ഓരോ വരിയിലും നാം കാണുന്നതിനപ്പുറം അർത്ഥങ്ങളുണ്ട്. കവിതകൾ ഒരുവിധപ്പെട്ട കുട്ടികൾക്ക് അത്ര പിടിക്കില്ല. അവർക്ക് ആലാപനത്തിന് ഇഷ്ടമാണ്. കവിത നല്ല രീതിയിൽ ആലപിക്കണം അല്ലേ? ആലപിച്ചാൽ തന്നെ അർത്ഥവ്യത്യാസം വരുന്ന കവിതകൾ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പറയും. അപ്പോൾ ആ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.